മുഖ്യമന്ത്രിയുടെ പേരിലും സൈബർ തട്ടിപ്പ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിലെ സൈബർ തട്ടിപ്പിൽ കേസെടുത്ത് ആലുവ സൈബർ പോലീസ്. ധൻ യോജന പദ്ധതി എന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. വടക്കേക്കര സ്വദേശിക്ക് 2499 രൂപ നഷ്ടമായി. നിതിൻ സേവ്യർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, തട്ടിപ്പുകാർ അതും പലതരത്തിലുള്ള തട്ടിപ്പുകാർ ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരെ, മുഖ്യമന്ത്രിയൊക്കെയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇപ്പൊ സമകാലികമായി തന്നെ MLA-മാരെ ഫോണിൽ വിളിച്ച് നടത്തിയ തട്ടിപ്പുകളെ നമുക്കറിയാം, തട്ടിപ്പിനുള്ള ശ്രമത്തെ നമുക്കറിയാം. ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് നേരെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ജൻ ധൻ യോജന എന്ന പേരിൽ മെഡിക്കൽ ഇൻഷുറൻസ് ലഭിക്കും എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നത്. 2499 രൂപ അടച്ചാൽ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും 5000 രൂപ വീതം പ്രതിമാസം ഇൻഷുറൻസ് ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇത് വിശ്വസിച്ചാണ് കേരളത്തിൽ പലരും ഇത്തരത്തിൽ പണമടച്ച് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ ദിവസം വടക്കേക്കര സ്വദേശിയായ ഒരു യുവാവ് ഇത്തരത്തിൽ പണമടച്ചിരുന്നു. പിന്നീട് ഈ പണമടച്ചതിനു ശേഷം ഇവരുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇൻസ്റ്റഗ്രാമിലൂടെ വലിയ തോതിലുള്ള പ്രൊമോഷനായിരുന്നു ഈ തട്ടിപ്പ് സംഘം നടത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ കൂടി നിരവധി ആളുകളെ ഇവർ വലയിൽ വീഴ്ത്തി. പക്ഷേ പിന്നീട് പണമടച്ചവർക്കൊന്നും ഇവരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് വടക്കേക്കര സ്വദേശിയായ യുവാവ് ആലുവ റൂറൽ സൈബർ പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് സംസ്ഥാനത്തുടനീളം വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഈ സംഘം നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. പലയിടത്തും പക്ഷേ ഈ പരാതികൾ മുന്നോട്ട് വന്നിട്ടില്ല. ഏതായാലും നിലവിൽ വടക്കേക്കര സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പരാതികൾ വരുമെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസും ഇൻസ്റ്റഗ്രാം വഴി പ്രൊമോഷൻ നടത്തി ഒരു സർക്കാരും നൽകില്ല എന്നത് ആളുകൾ മനസ്സിലാക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഇത്തരം തട്ടിപ്പിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഈ തട്ടിപ്പ് നടത്തിയവരെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണ് നിലവിൽ പോലീസ്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.